നദികളിൽ നിന്നും ഒരു തുള്ളി വെള്ളം പോലും നൽകില്ലെന്ന് കേന്ദ്ര ജലശക്തി മന്ത്രി CR പാട്ടീൽ. സിന്ധു ജല നദീ കരാർ മരവിപ്പിക്കൽ നടപടികളുമായി മുന്നോട്ടു പോകാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. ഹ്രസ്വകാല ദീർഘകാല അടിസ്ഥാനത്തിൽ 3 നടപടികളാണ് തീരുമാനം ആയത്. കരാർ മരവിപ്പിച്ച വിവരം കരാറിന് മധ്യസ്ഥത വഹിച്ച ലോകബാങ്കിനെ അറിയിക്കും. ജലപ്രവാഹം സംബന്ധിച്ച വിവരങ്ങൾ ഇനി പാകിസ്ഥാനെ അറിയിക്കേണ്ടതില്ലെന്നും യോഗത്തിൽ തീരുമാനമായി. കിരൺ ബാബു നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. കിരൺ, ഈ സിന്ധു നദീജല കരാർ അത് മരവിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് അത് നടപ്പാക്കുന്നതിൽ നിർണായകമായ തീരുമാനങ്ങളാണ് ഇന്ന് ചേർന്ന യോഗത്തിൽ കൈക്കൊണ്ടിട്ടുള്ളത്. ആ തീരുമാനങ്ങൾ അത് ഏത് തരത്തിൽ പ്രാബല്യത്തിലാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്? 1960 നിലവന്ന സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസമാണ് അറിയിച്ചത്. ഇത് പാകിസ്ഥാനെ ഔദ്യോഗികമായി തന്നെ ഇന്ത്യ അറിയിച്ചു. നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങുന്നു എന്നുള്ളത്. ഈ കരാറിന് അന്ന് മധ്യസ്ഥ വഹിച്ചത് ലോകബാങ്ക് ആയിരുന്നു. ലോകബാങ്കിനെയും ഇന്ത്യ അറിയിക്കും ഇങ്ങനെ ഒരു കരാറിൽ നിന്ന് നമ്മൾ പിൻവാങ്ങുന്നു എന്നുള്ളത്. ഇനി അടുത്ത വിഷയം എങ്ങനെയാണ് പാകിസ്ഥാനിലേക്ക് പോകുന്ന വെള്ളം തടയുക എന്നുള്ളതാണ്. അതിന് ദീർഘകാലാടിസ്ഥാനത്തിലും ഹ്രസ്വകാലാടിസ്ഥാനത്തിലുമുള്ള നടപടികളാണ് ഈ സമിതി ആലോചിച്ചിട്ടുള്ളത്. ഒട്ടേറെ പ്രായോഗികമായ വിഷയങ്ങൾ കൂടി ഇതിനുള്ളിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. ഒരു ദിവസം പെട്ടെന്ന് ഈ വെള്ളമെല്ലാം തടയാൻ നമുക്ക് കഴിയില്ല. സ്വാഭാവികമായും അവിടെയൊക്കെ പല സ്ഥലങ്ങളിലും പ്രധാനമായും പടിഞ്ഞാറൻ ഭാഗത്തു കൂടി ഒഴുകുന്ന 3 പ്രധാന നദികളിലും വലിയ അണക്കെട്ടുകൾ ഇല്ല എന്നുള്ള വിഷയമുണ്ട്. അതോടൊപ്പം തന്നെ തടഞ്ഞു നിർത്താനുള്ള മറ്റ് സംവിധാനങ്ങളും ഇല്ല എന്നുള്ള വിഷയമുണ്ട്. അതുകൊണ്ട് ദീർഘകാലാടിസ്ഥാനത്തിലാവും അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോവുക. ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ അത്തരം കടുത്ത നടപടികൾ ൊക്കെ പതിയെ പോകും. തുടക്കത്തിൽ പ്രധാനമായും ചെയ്യുന്നത് ജലപ്രവാഹം സംബന്ധിച്ച കൃത്യമായ ഡാറ്റ എല്ലാം ഇന്ത്യ എല്ലാ ദിവസവും നൽകാറുണ്ട്. കാരണം ഇന്ത്യയിൽ നിന്ന് അവിടത്തേക്ക് എത്തുന്ന ജലത്തിന്റെ അളവറിഞ്ഞെങ്കിൽ മാത്രമേ പാകിസ്ഥാനുള്ളിലെ അണക്കെട്ടുകളിലെ ജലം നിയന്ത്രിക്കാനും അത് സംവിധാനം ചെയ്യാനും ഒക്കെ കഴിയൂ. കൃഷിക്കും കുടിവെള്ളത്തിനു വേണ്ടി എല്ലാം ഉപയോഗിക്കുന്ന ജലമാണ്. പാകിസ്ഥാൻ ആകെ ആശ്രയിക്കുന്ന ജലത്തിന്റെ 3/4 പങ്കും ഇന്ത്യയിൽ നിന്ന് വരുന്ന ഈ സിന്ധു നദിയുടെയും അതിന്റെ പോഷക നദികളുടെയും വരുന്ന ജലമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജലത്തിന്റെ ഓരോ കാലത്തും ഉണ്ടാകുന്ന അളവിന്റെ പ്രവാഹത്തിന്റെ ശക്തിയും അല്ലെങ്കിൽ അളവുമൊക്കെ കൃത്യമായി അറിയേണ്ടത് ഈ ജലം നിയന്ത്രിച്ചുപയോഗിക്കുന്നതിന് പാകിസ്ഥാന് ഏറ്റവും പ്രധാനമാണ്. ആ ഡേറ്റ ഇന്ത്യ നൽകില്ല എന്ന് വരുമ്പോൾ സ്വാഭാവികമായും എങ്ങനെയാണ് ഏത് സമയത്താണ് ജലം കൂടുതൽ വരുന്നത് കുറച്ചു വരുന്നത് ഇത്തരം കാര്യങ്ങളൊന്നും അറിയാൻ പാകിസ്ഥാന് കഴിയില്ല. അത് തുടക്കം എന്ന നിലയ്ക്കാണ് ഇന്ത്യ അത്ര ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ നൽകുന്ന ഒരു നടപടിയാണ്. ദീർഘകാല അടിസ്ഥാനത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ സമ്മർദ്ദം അല്ലെങ്കിൽ ഇത്തരം ഒരു സൗഹാർദ്ദപരമായ അന്തരീക്ഷം ഭാവിയിൽ ഉണ്ടായില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് പോകാനും തീരുമാനമുണ്ട്. ജലപ്രവാഹം പൂർണ്ണമായും ജലപ്രവാഹം തടയാൻ എന്തെല്ലാം സംവിധാനങ്ങൾ, അണക്കെട്ടുകളടക്കമുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുത്താനും അല്ലെങ്കിൽ അതിനെ ജലപ്രവാഹങ്ങൾ തിരിച്ചുവിടാനും ഒക്കെയുള്ള പല സംവിധാനങ്ങളിലൂടെ പല തരത്തിൽ തടയാൻ കഴിയും. പൂർണ്ണമായും തടയാൻ എന്നുള്ളതല്ല, പലതരത്തിൽ നിയന്ത്രിക്കാൻ ഇന്ത്യക്ക് കഴിയും. അത്തരം തീരുമാനങ്ങളൊക്കെയാണ് ഇന്നുണ്ടായിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. കേന്ദ്ര ജലശക്തി മന്ത്രി CR പാട്ടീലും അതോടൊപ്പം തന്നെ വിദേശകാര്യമന്ത്രി S ജയശങ്കറും ഈ യോഗത്തിൽ പങ്കെടുത്തു. ഈ 3 വകുപ്പുകളുടെയും സെക്രട്ടറിമാരും അതോടൊപ്പം തന്നെ ഈ രംഗത്തെ ഉന്നതതല ഉദ്യോഗസ്ഥരടങ്ങുന്ന അവരുടെ റിപ്പോർട്ടും യോഗം പരിഗണിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ത്യ ശക്തമായ രീതിയിൽ തുടർ നടപടികളിലേക്ക് മുന്നോട്ട് പോകുന്നു എന്ന് വ്യക്തമാക്കുകയായിരുന്നു ഈ യോഗത്തിന് ശേഷം. തീർച്ചയായും കിരൺ ബാബുവാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. കശ്മീരിലെ ബന്ദിപ്പോരയിൽ ലഷ്കർ കമാൻഡർ അൽതാഫ് ലലിയെ സൈന്യം വധിച്ചു. നിയന്ത്രണ രേഖയിൽ പലയിടത്തും സൈന്യവും തീവ്രവാദികളും ഏറ്റുമുട്ടി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതായി ഇന്ത്യ പാകിസ്ഥാനെ അറിയിച്ചു. അതിർത്തിയിലെ വെടിനിർത്തൽ കരാർ റദ്ദാക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യയുടെ പരിഗണനയിൽ ഉണ്ട്. ബന്ദിപ്പോരയിൽ കുൽനാർ അജസ് മേഖലയിലാണ് സൈന്യവും തീവ്രവാദികളും നേർക്കുനേർ വെടിയുതിർത്തത്. വെടിവയ്പിൽ ലഷ്കർ ഭീകരൻ അൽതാഫ് ലല്ലി കൊല്ലപ്പെട്ടു. 2 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരുക്കേറ്റു. ജമ്മുകശ്മീർ പോലീസും സൈന്യവും തെരച്ചിൽ നടത്തുന്നതിനിടെ ഒളിച്ചിരുന്ന ഭീകരൻ സൈന്യത്തിനു നേരെ വെടിയുതിർക്കുകയായിരുന്നു. 3 മണിക്കൂറോളം ഏറ്റുമുട്ടൽ തുടർന്നു. കുപ്വാര ജില്ലയിലെ നൌഗാം സെക്ടറിൽ പാക് സൈന്യം നിയന്ത്രണരേഖ ലംഘിച്ചു വെടിയുതിർത്തു. ഇന്ത്യൻ സൈന്യം ശക്തമായി നേരിട്ടു. നയതന്ത്ര തിരിച്ചടികൾക്ക് പിന്നാലെ പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ അതീവ ജാഗ്രതയിലാണ്. സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നത് യുദ്ധമായി കണക്കാക്കുമെന്ന പാകിസ്ഥാന്റെ ഭീഷണിക്ക് പിന്നാലെ ഇന്ത്യ നടപടികൾ വേഗത്തിലാക്കി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച് ഇന്ത്യ വിജ്ഞാപനമിറക്കി. പാകിസ്ഥാനെ ഔദ്യോഗികമായി ഇക്കാര്യം അറിയിച്ചു. അട്ടാരി അതിർത്തി വഴി പാകിസ്ഥാനിലേക്ക് മടങ്ങുന്നവരുടെ എണ്ണവും കൂടി. വ്യോമമേഖല അടയ്ക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചത് സർവീസുകളെ ബാധിക്കും. വിമാനങ്ങൾ ദൈർഘ്യമേറിയ റൂട്ട് തിരഞ്ഞെടുക്കാൻ നിർബന്ധിതമാകും. വിമാന ഇന്ധന ചെലവുകൾ വർദ്ധിക്കുന്നത് നിരക്കുകളിലും പ്രതിഫലിക്കും. യുദ്ധസമാനം തന്നെയാണ് അന്തരീക്ഷം. അറബിക്കടലിൽ മുന്നൊരുക്കങ്ങൾ സുസജ്ജം. INS സൂറത്തിൽ നിന്നും മിസൈൽ വിജയകരമായി വിക്ഷേപിച്ചുവെന്ന് നാവികസേന അറിയിച്ചു.
കടലിലെ അഭ്യാസത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. കറാച്ചി തീരത്ത് പാകിസ്ഥാൻ മിസൈൽ പരിശീലനം നടത്തിയെന്ന വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ഇന്ത്യൻ നാവികസേനയുടെ മറുപടി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത 2 ഭീകരരുടെ വീടുകൾ സ്ഫോടനത്തിൽ തകർത്തു. ഭീകരർ ഒളിച്ചതായി സംശയിക്കുന്ന പിർ പഞ്ചാൽ മേഖലയിൽ പരിശോധന തുടരുകയാണ്. സുരക്ഷാ അവലോകനത്തിന് കരസേനാ മേധാവി കശ്മീരിലെത്തി. പെഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കുള്ള 2 തീവ്രവാദികൾ പുൽവാമ ജില്ലയിലെ ത്രാലൽ ആസിഫ് ഷെയ്ഖിന്റെയും അനന്ത്നാഗിൽ ബിജ് ബെഹാരയിൽ ആദൽ തോക്കറിന്റെയും വീടുകളാണ് സ്ഫോടനത്തിൽ തകർത്തത്. ഭീകരാക്രമണത്തിന് പിന്നാലെ ഇവർ വീടുകളിൽ നിന്ന് മാറിയിരുന്നു. ഇരുവരും ലഷ്കർ ഇ തോയ്ബയുമായി ബന്ധം പുലർത്തിയിരുന്നതായി നേരത്തെ തന്നെ സൂചന ലഭിച്ചിരുന്നു. വീടുകളിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നതായി സുരക്ഷാ സേന അറിയിച്ചു. ലഷ്കറിനൊപ്പം മറ്റ് ഭീകര സംഘടനകളുടെ സഹായവും ഇവർക്ക് ലഭിച്ചിരുന്നു. പെർപെഞ്ചാൽ മേഖലയിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നതായി സൂചന ലഭിച്ചതോടെ വ്യാപക പരിശോധന തുടരുകയാണ്. സുരക്ഷാ കാര്യങ്ങൾ അവലോകനം ചെയ്യാൻ സൈനിക മേധാവി ഉപേന്ദ്ര ദ്വിവേദി കാശ്മീരിലെത്തി. സൈനിക കമാൻഡർമാർക്കും മറ്റ് സുരക്ഷാ സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തി. കശ്മീരിൽ പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. അക്രമികൾ പോലീസ് വേഷത്തിൽ എത്തിയതിനാൽ പലയിടത്തും യൂണിഫോം ധരിച്ചവരെയും പരിശോധിക്കുന്നു. വ്യാജ തിരിച്ചറിയൽ കാർഡിൽ പോണി സർവീസ് നടത്തിയ 2 പേരെ പിടികൂടിയിട്ടുണ്ട്. റേസി ജില്ലയിൽ ശ്രീ മാതാ വൈഷ്ണോദേവി റൂട്ടിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. ഇതുവരെ 2000 പേരെ ചോദ്യം ചെയ്തെന്ന് ജമ്മു പോലീസ് അറിയിച്ചു. 2 ഭീകരരുടെ രേഖാചിത്രം കൂടി ജമ്മു പോലീസ് പുറത്തുവിട്ടു. ആക്രമണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് പാക് അധീന കശ്മീരിൽ ഭീകരർ യോഗം ചേർന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഡൽഹി.